എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ക്രീം ബൺ ഉണ്ടാക്കാം. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. അതിന് ആദ്യം വേണ്ടത് ഒരു ബൗളിലേക്ക് നമുക്ക് മൈദ എടുക്കാം. 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ഒരു മുട്ട ഒഴിക്കാം. അതിനുശേഷം 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. 3/4 ടീസ്പൂൺ ഈസ്റ്റ്, കൂടാതെ ഒരു നുള്ള ഉപ്പും 1 ടീസ്പൂൺ വാനില എസൻസും. ഇത് നമുക്ക് നന്നായി ഒന്ന് യോജിപ്പിക്കാം. അതിനുശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ വേണം നമുക്കിത് കുഴച്ചെടുക്കാം. ഈ പാകത്തിനാവുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്ത് ഇനി നമുക്കിത് ഒരു മണിക്കൂർ അടച്ചു വെക്കണം. 1 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലെ എയറെല്ലാം കളഞ്ഞ് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. കുഴിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഓരോ ബോൾസ് ആക്കി എടുക്കാം. വെണ്ണായതുകൊണ്ട് ഇതുപോലെ ഒരു ഷേപ്പ് ഇങ്ങനെ ചെയ്തിട്ട് വേണം നമ്മൾ വെക്കാൻ. ഇതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാം. ബാക്കി കൂടെ നമുക്ക് ഇതേപോലെ ചെയ്യാം. കുറച്ച് വിട്ട് വേണം ഇത് വെക്കാൻ. എന്നിട്ട് നമുക്കിതും 1 മണിക്കൂർ ഒന്ന് അടച്ചു വെക്കാം. 1 മണിക്കൂറിന് ശേഷമായപ്പോൾ ഇത് പിന്നെയും ഇതുപോലെ പൊങ്ങി വന്നു. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഒരു ചീനിച്ചട്ടിയിൽ എണ്ണയൊഴിച്ച് നമുക്ക് ചൂടാവാൻ വെക്കാം. ഒരുപാട് തിളയ്ക്കേണ്ട എണ്ണ, ഒരു ചെറിയ ചൂടാകുമ്പോൾ നമുക്കിടാം. ഇതുപോലെ നമ്മുടെ ബോൾസ് ഇടാം. എന്നിട്ടിങ്ങനെ തിരിച്ചിടാം. അപ്പം തന്നെ അത് നല്ല പൊങ്ങി വന്നു. ചെറിയ തീയിലിട്ടാൽ മതി, എന്നാലേ അകം വേവുള്ളൂ. അപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഈ ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ അകത്തും പാകത്തിന് വേഗാവും. ബാക്കി കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബൺസ് എല്ലാം റെഡിയായി. ഇനി ഇത് നല്ലപോലെ തണുക്കണം. അതിനുശേഷമാണ് നമ്മൾ ക്രീം തേക്കുന്നത്. അതിനായി നമുക്കൊരു ക്രീം തയ്യാറാക്കാം. ഒരു 50 ഗ്രാം ബട്ടർ എടുത്തു. അതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്തു. 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടെ നമ്മൾ ചേർത്തു. ഇനി ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇതുപോലെ ക്രീമായി കിട്ടി. ഇപ്പോൾ നമ്മുടെ ബൺ നന്നായി തണുത്തതിന് ശേഷം നമ്മൾ മുറിച്ചു. അപ്പം അകം കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് വേണം നമ്മുടെ ക്രീം എടുത്ത് തേക്കാൻ. ആവശ്യത്തിന് ക്രീം തേക്കാം. ഇത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യാം. എല്ലാം തന്നെ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. നമ്മുടെ ഈ ക്രീം ബൺ എല്ലാവർക്കും ഇഷ്ടമാവും. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയുമാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.